നമസ്കാരം. ഒരു ഇടവേളയ്ക്ക് ശേഷം കോൺഗ്രസിലെ പുനഃസംഘടന വീണ്ടും ചർച്ചയാവുകയാണ്. എന്നാൽ ഈ ചർച്ച കത്തി നിൽക്കുന്ന ശശി തരൂരിൻ്റെ വിവാദത്തെ തണുപ്പിക്കുവാനുള്ള നമ്പരാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ശശി തരൂരിനുള്ള പാർട്ടിയുടെ അവഗണന ചർച്ചയായിരുന്നു. വിഷയത്തിൽ ഹൈക്കമാൻഡ് ഇടപെട്ടതോടെയാണ് പുനഃസംഘടന എന്ന തന്ത്രവുമായി കോൺഗ്രസ് എത്തിയിരിക്കുന്നത്. ഉടൻ തന്നെ KPCCയിൽ നേതൃമാറ്റം ഉണ്ടായേക്കുമോ എന്ന സൂചന അധ്യക്ഷ സ്ഥാനത്ത് നിന്നും K സുധാകരനെ മാറ്റിയേക്കും. മാർച്ചിൽ തന്നെ പുതിയ അധ്യക്ഷനെ കണ്ടെത്തിയേക്കുമെന്നാണ് വിവരം. തിരഞ്ഞെടുപ്പിന് മുമ്പ് സംഘടനയിൽ സമ്പൂർണ്ണ അഴിച്ചുപണിയാണ് ഹൈക്കമാൻഡ് ലക്ഷ്യം വയ്ക്കുന്നത്. KPCCയിൽ ഒത്തൊരുമയില്ലെന്നും അധ്യക്ഷനും പ്രതിപക്ഷ നേതാവ് VD സതീശനും തമ്മിലുള്ള അധികാര വടംവലി ശക്തമാണെന്നും തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനായ സുനിൽ കനഗോലു ഹൈക്കമാൻഡിനെ നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. തിരഞ്ഞെടുപ്പിന് മുമ്പ് പാർട്ടിയിൽ വരുത്തേണ്ട മാറ്റങ്ങളെ സംബന്ധിച്ചുള്ള വിശദമായ റിപ്പോർട്ടും കനഗോലു സമർപ്പിച്ചിട്ടുണ്ട്. അധ്യക്ഷ സ്ഥാനത്തേക്ക് 11 പേരുകളാണ് ഇദ്ദേഹം നിർദ്ദേശിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ നേതൃമാറ്റ ചർച്ചകൾ കഴിഞ്ഞ മാസം നേതൃത്വം ആരംഭിച്ചിരുന്നുവെങ്കിലും സുധാകരൻ അടക്കമുള്ള സംസ്ഥാന നേതാക്കൾ ഹൈക്കമാൻഡിനെ അതൃപ്തി അറിയിച്ചു. ഇതോടെ പുനഃസംഘടന ചർച്ചകൾ താൽക്കാലികമായി നേതൃത്വം നിർത്തിവെക്കുകയായിരുന്നു. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽ എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ കേരളത്തിൽ നേതൃമാറ്റം അനിവാര്യമാണെന്ന നിലപാടിലാണ് ഇപ്പോൾ ഹൈക്കമാൻഡ് ഉള്ളത്. ഇത് സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ കഴിഞ്ഞ ദിവസം കേരളത്തിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളെ ഹൈക്കമാൻഡ് ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിരുന്നു. K സുധാകരൻ, VD സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കളെയാണ് വിളിപ്പിച്ചത്. വെള്ളിയാഴ്ച വീണ്ടും തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ യോഗം ചേരുന്നുണ്ട്. നേതൃമാറ്റം സംബന്ധിച്ച കാര്യങ്ങൾ യോഗത്തിൽ ചർച്ച ചെയ്യുമെന്നാണ് സൂചന. നേതാക്കൾക്കിടയിൽ ഐക്യം അനിവാര്യമാണെന്നും നേതൃത്വം ആവശ്യപ്പെടുന്നുണ്ട്. സമ്പൂർണ്ണ അഴിച്ചുപണിയാണ് നേതൃത്വം ലക്ഷ്യം വയ്ക്കുന്നത്. വയനാട് അടക്കം 10 DCC അധ്യക്ഷന്മാരെ മാറ്റാനാണ് നീക്കം. അതേസമയം സാമുദായിക ഗ്രൂപ്പ് സന്തുലനം പാലിച്ചാകും പുതിയ അധ്യക്ഷനെ തിരഞ്ഞെടുക്കുക. ബെന്നി ബെഹനാൻ, അടൂർ പ്രകാശ്, കൊടിക്കുന്നിൽ സുരേഷ്, ആന്റോ ആന്റണി, സണ്ണി ജോസഫ്, റോജി M ജോൺ എന്നിവരുടെ പേരുകളാണ് നിലവിൽ പരിഗണിക്കുന്നത്. പുതിയ പേര് സംബന്ധിച്ച സമവായം ഉണ്ടാകാനാണ് ഹൈക്കമാൻഡ് ലക്ഷ്യം വയ്ക്കുന്നത്. തിരഞ്ഞെടുപ്പിന് മുമ്പ് പുനഃസംഘടനയെ ചൊല്ലി പാർട്ടിയിൽ തർക്കമുണ്ടാകുന്നത് തിരിച്ചടിയാകുമോ എന്ന വിലയിരുത്തലും നേതൃത്വത്തിനുണ്ട്. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.